ഇതെന്റെ യൂട്യൂബിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു കൊച്ചു കൃഷ്ണാമ്പലം ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ പോവാറുമുണ്ട്. പോകുന്ന സമയത്ത് എനിക്ക് പറ്റുന്ന പോലെ തുളസിമാലയും കെട്ടി കൊടുക്കാറുണ്ട് കേട്ടോ. മാല കെട്ടുന്നതിൽ അത്ര വലിയ പെർഫെക്റ്റ് ഒന്നുമല്ലേ, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ അമ്മ പല രീതിയിലും മാല കെട്ടും, പല സ്റ്റൈലിലൊക്കെ കെട്ടും കേട്ടോ. പക്ഷേ എനിക്കതൊന്നും അറിയത്തില്ല. അമ്മ പലപ്പോഴും പറഞ്ഞു തരാനൊക്കെ നോക്കുവേ, പക്ഷേ എനിക്കതൊന്നും മനസ്സിലാവത്തുമില്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് ഞാൻ പഠിച്ചതാണ് കേട്ടോ ഇങ്ങനെ മാല കെട്ടാൻ. ഇപ്പം നിങ്ങൾ വിചാരിക്കും, എന്നാലും ഈ കൊച്ചു കുളിക്കാതെ നനയ്ക്കാതെ ആയിരിക്കും ഇനി മാല കെട്ടുന്നേ. എന്നാ അല്ല കേട്ടോ, നമുക്ക് നനഞ്ഞ മുടി അഴിച്ചിടാനല്ലേ പറ്റൂ. നനഞ്ഞ മുടി കൊണ്ട് ഞാൻ മാലയും കെട്ടാറില്ല കേട്ടോ. മുടി എങ്ങാണ് ഇനി മാലക്കകത്ത് വീണാൽ പിന്നെ അമ്പലത്തിൽ എടുക്കത്തില്ല. അങ്ങനെ എടുത്തില്ലേ നമുക്ക് ഭയങ്കര സങ്കടമല്ലേ. പിന്നെ ഞാൻ ഈ നോക്കി നിൽക്കുന്നത് വേറെ ആരെയല്ല കേട്ടോ, എൻ്റെ ഫിയാൻസിയാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങളിലൊന്നും സാധിക്കാൻ പോവാണേ. അപ്പോൾ പുള്ളിക്കാരൻ ജോലി കഴിഞ്ഞ് ഇറങ്ങിയെന്ന് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ടാണ് നേരെ വരുന്നത്. ഞാൻ ആഗ്രഹിച്ച ആ സാധനം പുള്ളിക്കാരനാണ് കേട്ടോ എനിക്ക് കൊണ്ടുതരുന്നത്. ചിലപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നത്തില്ലായിരിക്കും കേട്ടോ, പക്ഷെ എനിക്കങ്ങനല്ല. കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ്. അതും നമ്മുടെ സ്വന്തം പൈസ കൊണ്ട് നമ്മൾ നേടിയെടുക്കുമ്പോൾ ചെറിയൊരു മിഠായി ആണെങ്കിൽ പോലും നമുക്ക് അത്രയും സന്തോഷമായിരിക്കും അല്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പാവം അതും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഹരിച്ചേട്ടൻ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണേ. വീഡിയോ എടുക്കാനാണെങ്കിലും അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് വരുത്താനാണെങ്കിലും പുള്ളിക്കാരൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് ആ സാധനം എൻ്റെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്. വേറൊന്നും അല്ല, ഒരു റിംഗ് ലൈറ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും, അയ്യേ ഇതൊക്കെ എല്ലാവരുടെയും കയ്യിലുള്ളതല്ലേ, ഇതിനകത്ത് ഇത്ര വലിയ കാര്യം എന്തുവാന്ന്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. അതും എൻ്റെ സ്വന്തം പൈസ കൊണ്ട് എനിക്ക് മേടിക്കണമെന്നൊരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അതെന്തായാലും സാധിച്ചതിൻ്റെ സന്തോഷമാണ് കേട്ടോ. എൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുമായിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ ഓരോന്നായിട്ട് ഞാനിങ്ങനെ പുറത്തോട്ട് എടുത്തോണ്ടിരിക്കുകയാണേ. അവസാനം എനിക്ക് 2 കാലി കാർഡ്ബോർഡ് കിട്ടി കേട്ടോ. അതിനകത്തൊന്നുമില്ല. പിന്നെ ഞാൻ തലയിട്ടൊക്കെ നോക്കി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന്, പക്ഷെ ഒന്നുമില്ലായിരുന്നേ. അങ്ങനെ ആദ്യം ഞാൻ തുറന്നത് സ്റ്റാൻഡാണ് കേട്ടോ. പിന്നെ ഞാൻ റിംഗ് ലൈറ്റും കൂടെ പൊട്ടിച്ച് നോക്കി. അയ്യോ, ഈ ലൈറ്റ് എൻ്റെ കയ്യിലോട്ട് എടുത്ത് വെച്ചപ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ രോമാഞ്ചവും. എൻ്റെ പൊന്നി ഒന്നും പറയാനും അമ്മുമ്മയും അമ്മയും എല്ലാവരും അടുത്തുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഹരിച്ചേട്ടൻ വന്നപ്പോഴേ കുടിക്കാനൊക്കെ അമ്മ വെള്ളം കൊടുത്തു. പക്ഷെ പാവത്തിന് ആ വെള്ളം കുടിക്കാൻ പോലും ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ദുഷ്ടയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കല്ലേ, കാരണം ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ടാണേ ഹരിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഓരോ പാർട്സും സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരെ ഓരോന്നൊക്കെ സെറ്റ് ചെയ്തൊക്കെ തന്നു. ഇനി എൻ്റെ കുറച്ച് പട്ടി ഷോയാണ് കേട്ടോ. അങ്ങനെ ഓരോരോ ലൈറ്റുകൾ മാറി ഞാൻ ഇങ്ങനെ ഇട്ട് നോക്കുവാണേ. ആഹാ, ഇത് കൊള്ളാലോ. പച്ച, നീല, ചുവപ്പ്, മഞ്ഞ എല്ലാ കളറുകളും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ നിലത്തൊന്നും അല്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ തോന്നും. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നത്. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണേ. പിന്നെ ഈ ഒരു സ്റ്റൂൾ എൻ്റെ കമ്പാനിയനാണ് കേട്ടോ. വീട്ടിൽ എവിടെ പോയാലും ഈ ഒരു സ്റ്റൂളും പൊക്കിയെടുത്താണ് ഞാൻ നടക്കുന്നത്. കാരണം ഇതുപോലുള്ള ചില സാഹചര്യങ്ങളിൽ എനിക്കിവനെ ആവശ്യമാണ്. അപ്പോൾ ഹരിച്ചേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, നിനക്ക് എന്തുവാടി വയ്യായോ വട്ടായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതിൻ്റെ മണ്ടയ്ക്കൊന്നും ഇനി വീണ് ചാവാതെ താഴെ ഇറങ്ങാൻ. എന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കനല്ലേ, 5 വയസ്സിന് മൂത്തതല്ലേ എന്ന് കരുതി ഞാൻ അങ്ങ് അനുസരിച്ച്. പിന്നെ ഇനി എൻ്റെ കുറച്ച് പാഷൻ ഷോയാണ് കേട്ടോ. അങ്ങനെ ലൈറ്റ് ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ ഓരോ പോസ് ഇട്ട് നോക്കുവാണ് കേട്ടോ. അയ്യോ, ഇപ്പോൾ എൻ്റെ ഫോൺ താഴെ പോയേനെ. ആ ഹെഡിൻ്റെ അവിടെ ടൈറ്റ് ചെയ്യണമായിരുന്നു, ഞാൻ ടൈറ്റ് ചെയ്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം ഓരോ പട്ടി ഷോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ആദ്യത്തെ യൂട്യൂബ് ലോങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിനു മുന്നേ 2-3 ഷോർട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അതും കൂടി ഒന്ന് കയറി കാണണേ. കണ്ടാൽ മാത്രം പോരാ കേട്ടോ, ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടി ചെയ്യണേ. പിന്നെ അയ്യോ, ഒരു കാര്യം മറന്നു. എന്തുവായിരുന്നു, കമൻറ്റും കൂടി ഇട്ടേക്കണേ. ഇത് കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ, ഞാൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി എൻ്റെ അടുത്ത വീഡിയോയിൽ എന്നെപ്പറ്റി എൻ്റെ ഫാമിലിയെ പറ്റി ഞാൻ ഒരു ചെറിയ ഇൻട്രോ ആയിട്ട് വരുന്നതായിരിക്കുമേ. ഈ ഒരു ലോങ് വീഡിയോയിൽ കാണാത്ത ഒരാളെ കാണിച്ചു തരട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.